Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ക്രിസ്മസ് കുക്കീസ് ഒക്കെ ഡെക്കറേഷൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റോയൽ ഐസിങ്ങിന്റെ റെസിപ്പിയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ കുക്കീസ് എങ്ങനെ ഡെക്കറേഷൻ ചെയ്യാന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഇതിനുവേണ്ടി ഞാൻ എഗ്ഗ്ലെസ് റോയൽ ഐസിംഗ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഹണി. ഇതൊക്കെ ഇങ്ങനെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡിലൂടെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല് ഇവയൊക്കെ കൂടി ചേർത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇത് നല്ല സ്മൂത്താക്കി എടുക്കണം. പാല് ഫസ്റ്റ് തന്നെ മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഷുഗറൊക്കെ കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും പാലാവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മളെ റോയൽ ഐസിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ചെറിയ ബൗളിലേക്ക് മാറ്റി കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഗ്രീൻ ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ കുക്കീസൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബൗളിലേക്ക് റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാം. ഇനി അടുത്ത ബൗളിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ഗ്രീൻ കളർ ഇപ്പോൾ ഐസിങ് ബാഗിലേക്ക് ഇട്ട് നമുക്ക് കുക്കീസ് ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഐസിങ് ബാഗാണ്. സിപ്പ് ലോക്ക് കവറുണ്ട്. ഇവിടെ കുക്കീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുക്കീസിൻ്റെ മാവൊക്കെ ഇന്നലത്തെ സെയിം റെസിപ്പി തന്നെയാണ്. ഇന്നലെ ഞാനൊരു
കുക്കീസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻ ഗ്ലാസ് കുക്കീസാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെയിം റെസിപ്പി തന്നെയാണ് ഈ കുക്കീസിനും. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കുക്കീസ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 10 to 12 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ക്രിസ്മസ് ട്രീ കുക്കീസിന് ഡെക്കറേഷൻ കൊടുക്കാം. അതിനായിട്ട് അതിൻ്റെ സൈഡിലൂടെ ആദ്യം ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഐസിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് എല്ലായിടത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാർ വെച്ച് കൊടുക്കാം. ഈ സ്റ്റാറൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. പിന്നെ കുറച്ച് സിൽവർ ബോൾസും വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാം. അതിനായിട്ട് ആദ്യം വൈറ്റ് ഐസിങ് കൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വൈറ്റ് ഐസിങ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ കളർ കൊണ്ടൊന്ന് സിഗ്സാഗ് ആയിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ടൂത്ത് പിക്ക് വെച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റാറും വെച്ചൊന്ന് ഭംഗിയാക്കി എടുക്കാം. അങ്ങനെ 2 ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാം. ഇതെങ്ങനെ ഗ്രീൻ കളറോട് ഇങ്ങനത്തെ ഒരു ലൈൻ ഡിസൈൻ മാത്രം കൊടുത്തും ഡെക്കറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു വൈറ്റ് ലൈനിങ്ങും കൂടെ കൊടുത്ത് ഇങ്ങനെയും ചെയ്യാം. ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഗ്രീൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 3 വിധത്തിൽ ചെയ്യാം. ഫസ്റ്റ് ഒന്ന് ഗ്രീൻ കളർ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീനും വൈറ്റും കൂടെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതല്ലെങ്കിൽ പിന്നെ ഗ്രീൻ കളർ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനി ഒരു 2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും. ഇതൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.